സ്വാഗതം ചെയ്യാം. ഒരുപാട് വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രിയ നായിക വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. നാദിറ മെഹറിൻ സ്വന്തം നിലപാടിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയ താരം നാദിറ മെഹറിൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ അവരെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ വാദോരാതെ ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരുപാട് വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു നായികയാണ് നാദിറ എന്ന് പറയുന്നത്. പലപ്പോഴും ഭയങ്കര സന്തോഷമാണ് കോഴിക്കോടിന്റെ ഒരു ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഈ പരിസരത്തൊക്കെ ഞാൻ പലവട്ടം യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് മണ്ണൂർ വളവിൽ. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ചധികം ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിൽ കൂടെ മെസ്സേജ് അയച്ചിരുന്നു, വരുന്നുണ്ട്, കാണാനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഭയങ്കര അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ 2 വർഷം കഴിഞ്ഞൊക്കെ നടന്നിട്ട് എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ നിരന്തരം എന്നെ ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കുന്നതിൽ ഒത്തിരി സന്തോഷം. മാത്രമല്ല ഇപ്പം ഒരു പ്രത്യേകിച്ച് ഒരു വിശേഷം പറയാനുള്ളത്, ഞാൻ ഭാഗമായ ഒരു സിനിമ ഈ പറഞ്ഞ 10-ാം തീയതി നിങ്ങളുടെ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. മരണമാസം എന്നുള്ള നമ്മുടെ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്ത ബേസിൽ നായകനാകുന്ന സിനിമ. അപ്പൊ ആ സിനിമയിൽ നിങ്ങൾ കാണുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ എന്തായാലും ഇത് മാത്രമല്ല, ഞാൻ ഇപ്പൊ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഏറ്റെടുത്തു എന്ന് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും എടുത്തു പറയേണ്ടത് ഇവരെ പറ്റിയാണ് അല്ലേ. എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയതിൽ മേക്കപ്പ് ചെയ്ത ആളാണ് ചേച്ചി. അപ്പൊ ചേച്ചിയും ചേട്ടനൊക്കെ തന്നെ വലിയൊരു കുടുംബം പോലെ നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ്. പ്രത്യേകിച്ച് നിതിൻ ചേട്ടൻ ഇതിന്റെ ഓരോ മാറ്റവും എന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, അറിയിക്കാറുണ്ട്. അപ്പം ഇതൊരു വളരെ കുട്ടിയായിരിക്കുന്ന സമയം തൊട്ട് തന്നെ ഈ SN മേക്കോവേഴ്സിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും SN മേക്കോവേഴ്സ് ഒരു വലിയ തുടക്കമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊരു വലിയ വിജയമായിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പരിസരത്തുള്ള മണ്ണൂർ വളവിലുള്ള ആളുകളൊക്കെ തന്നെ ഉറപ്പായിട്ടും, ഇവിടെ മാത്രമല്ല ഫറൂഖും കോഴിക്കോടും ഒക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ നിങ്ങൾ ഇവിടെ വരികയും സലൂണിന്റെ സർവീസ് ഒക്കെ എടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ വേണം. പ്രത്യേകിച്ച് യുവ സംരംഭരായ 2 പേരാണ് എനിക്ക് ഒപ്പം നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വേണം. അപ്പൊ എന്തായാലും SN മേക്കോവേഴ്സിനും നെഞ്ചേനും വൈഫിനും ഒക്കെ തന്നെ എല്ലാവിധ ആശംസകളും. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ശ്വേത മാമിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും മാം ഇപ്പം എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വലിയ ഗ്രാൻഡായിട്ട് തന്നെ ഈ ഇനാഗുറേഷൻ കടന്നു പോകാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. Okay, thank you so much നാദിറ മെഹറിൻ. നല്ലൊരു കൈഡി കൊടുത്തേ. all of you together please, all of you. Yes, അപ്പോൾ നമ്മുടെ സ്കിൻ ട്രീറ്റ്മെന്റ് സെക്ഷന്റെ ഉദ്ഘാടനമാണ് നാദിറ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓവറോൾ സലൂണിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയ താരം ശ്വേത മേനനാണ്. എത്തിച്ചേർന്നിരിക്കുകയാണ് ladies and gentlemen. നിരവധി സിനിമകളിലൂടെ നമ്മുടെ മനം കവർന്ന പ്രിയ താരം ശ്വേത മേനൻ ഇതാ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ലക്കി ഡ്രോ വേണോ എന്നെങ്കിൽ കൈയടിക്കണം. ശ്വേത ചേച്ചി സംസാരിക്കണം എന്നാണെങ്കിൽ കൈയടിക്കണം. ലക്കി ഡ്രോ വേണോ? വേണ്ട. ശ്വേത ചേച്ചി സംസാരിക്കണോ? ഇതിപ്പോ രണ്ടും ഏകദേശം ഒരേപോലെയാണല്ലോ. ശ്വേത ചേച്ചി സംസാരിക്കണോ? ആദ്യം നല്ല കൂവൽ വന്നേ നോക്കട്ടെ. വാട്ട് ഇസ് ദിസ് റാൻഡം 5000 രൂപ വേണം? ശ്വേത ചേച്ചിനെ വേണം? എന്താ വേണ്ടേ? ശ്വേത ചേച്ചിന്റെ മതി. ഇത് കൈ ചൂണ്ടി ശ്വേത ചേച്ചിന്റെ മതിന്ന്. ഓക്കെ, എനിവേ സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് SN മേക്കോവേഴ്സിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വെരി ഗോർജിയസ് ശ്വേത മേനനെ സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു ശ്വേത ചേച്ചി. നൈസ് മീറ്റിംഗ് യു വൺസ് അഗൈൻ. ഹലോ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഹായ് ഹായ് ഹായ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സ്വന്തം നാട്ടിൽ വരാൻ പറ്റിയതിന്. കോഴിക്കോട് ഫറൂഖ് ഈ ഭാഗത്ത് തന്നെയാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അല്ലെ ഫറൂഖ് ഈ ഒരു ഭാഗം, ഈ ഒരു പ്രദേശം ഭയങ്കര എനിക്കൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. സോ ഐ എം ഫീലിംഗ് വെരി വെരി ഹാപ്പി. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നിതിൻ എൻ്റെ ഒരു ആഡിൻ്റെ എഡിറ്റ് ചെയ്ത് അന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നമ്പർ എടുത്ത് ഈ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. സുമീഷാൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷൻ ഉണ്ട്, ഒരു ഡ്രീം ഉണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ആണുങ്ങളും പോവാറുണ്ട്. എല്ലാവരും ഐ തിങ്ക് ബ്യൂട്ടി ഭയങ്കര ഒരാളുടെ ജീവിതത്തിലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീലിംഗ്, ഒരു ഇമോഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി, ഭയങ്കര അഡ്വാൻസ്ഡ് ആയ സാധനങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഒരാൾ
ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട്. അതിന് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും സുമേഷും നിതനും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിന് വലിയൊരു കയ്യടി, നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി ഒരു വലിയൊരു കയ്യടി വേണം. അപ്പോൾ എന്തായാലും അതിന് ഐ എം വിഷിങ് ഓൾ ദ വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്. ആൻഡ് പിന്നെന്താ, സന്തോഷം അല്ലേ? ഞാൻ ഓൾറെഡി പറയായിരുന്നു ശ്വേത ചേച്ചിയുടെ വിശേഷങ്ങൾ മൊത്തം ഞാൻ ഉള്ള ഗൂഗിൾ മൊത്തം നോക്കി പഠിച്ച് ബൈഹാർട്ടാക്കി ഇവരോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഫുൾ സ്റ്റാർട്ടിങ് ഹിസ്റ്ററി മുതൽ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്വേത ചേച്ചി വന്നു കഴിഞ്ഞാൽ എന്ത് പറയുമോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. എനിവേ നമുക്ക് ലക്കി ഡ്രോ എടുക്കാം. ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ നാദിരനെ കാണുന്നത്. നാദിര, നൈസ് മീറ്റിംഗ് യു. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. നാദിരേൻ്റെ കൂടെ ഈ ഒരു വേദി എനിക്ക് എന്താ പറയുക, ഒരു നല്ലൊരു സാധനത്തിനല്ലേ നമ്മൾ പങ്കെടുക്കുന്നത്. സോ ഗ്ലാഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ്. ഓൾറെഡി നല്ലൊരു ട്രീറ്റ് ശ്വേത ചേച്ചിനെ കണ്ട ഉടൻ തന്നെ നിങ്ങൾ എല്ലാവരുടെയും മുഖത്ത് വന്ന ആ ഒരു പുഞ്ചിരിയിൽ നിന്നും ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റി എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങളെന്ന്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് കടക്കുകയാണ്. ആ ബോക്സ് ഒന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാമോ നൗഷാദ്? ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ ഇവന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. നൗഷാദ്, ഒരു സ്റ്റൂൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അല്ലെങ്കിൽ പൊക്കി കയ്യിൽ വെച്ചാൽ മതിയോ? എങ്ങനെയാണ്? ഓക്കെ, അല്ലെ ഇങ്ങനെ പിടിക്കാം അല്ലേ നിതിൻ ചേട്ടാ? നമുക്കൊന്ന് തുറക്കാൻ പോവാണ്. ഓക്കെ, ശ്വേത ചേച്ചിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നാദിരയുടെ സാന്നിധ്യത്തിൽ ശ്വേത ചേച്ചി എടുക്കും. ഒന്ന് മാത്രമേ എടുക്കാവൂ. 5000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ക്യാഷ് എവിടെ? ക്യാഷ് എവിടെ? അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ക്യാഷ് ആരുടെ കയ്യിലാണ്? കാർഡാണോ? അല്ല, ക്യാഷ് അല്ലേ? കൂപ്പണാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൊക്കം ക്യാഷ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്യാഷും കൈയോടെ നമ്മൾ കൈമാറുന്നതാണ് അല്ലേ? ഓക്കെ, ക്യാഷ് കാർഡും ഉണ്ട്. നമ്മൾ ക്യാഷും കൈയോടെ നമ്മൾ കൈമാറുന്നതായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. സോ യെസ്, എല്ലാവർക്കും വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചോളൂ. 5000 രൂപ ആർക്കാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മളിതാ അറിയാൻ വേണ്ടി പോവാണ്. ശ്വേത ചേച്ചി നല്ലോണം ഇട്ടൊന്ന് ഷഫിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായിട്ടാ ബ്യൂട്ടി പാർലറിൽ വന്നിട്ട് കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. സത്യം, ഞാനത് ഓൾറെഡി ഇതിനോട് പറഞ്ഞില്ലേ? ശ്വേത ചേച്ചി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ട് പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഞാൻ ഇത് കഴിച്ചു, എല്ലാം പറഞ്ഞു. ഓക്കെ, സോ യെസ്, അപ്പൊ ഭാഗ്യശാലി എന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ശ്വേത ചേച്ചി തന്നെ വായിച്ചോളൂ. KP മനോഹരൻ. KP മനോഹരൻ ഇവിടെ ഉണ്ടോ? മനോഹരൻ ചേട്ടാ, അടിച്ചു പോനെ. ഇത്രയും സുന്ദരികൾ ഇവിടെ ഉണ്ടായിട്ട് KP മനോഹരൻ ചേട്ടനാണല്ലോ അടിച്ചത്. ചേട്ടൻ സുന്ദരനല്ല എന്നല്ല കേട്ടോ. ചേട്ടൻ ഒരുപാട് സന്തോഷത്തോടെ KP മനോഹരൻ ചേട്ടനെ ഞങ്ങൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. വരുന്നതിന് തൊട്ട് മുന്നേ, ഉറപ്പിക്കുന്നതിന് മുന്നേ നമ്പർ ഒന്ന് പറയണോ? ഒന്ന് നമ്പർ പറയൂ, പറഞ്ഞോളൂ. അതെ അതെ അതെ, ശരിയാണ്, വളരെ ശരിയാണ്. വേദിയിലേക്ക് അങ്ങനെ നമ്മുടെ ഭാഗ്യശാലിയെ വേദിയിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത്രയും സുന്ദരിമാരുടെ ഇടയിൽ നിന്നും ഒരു സുന്ദരം ഇതാ വേദിയിൽ വന്നിട്ട് ഈ ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി പോവാണ്. ക്യാഷ് നമ്മൾ മുകളിൽ നിന്നാണോ കൊടുക്കുന്നത്? യെസ്, നമ്മൾ മുകളിൽ നിന്ന്. അല്ല, കയ്യിലുണ്ടോ? ഓക്കെ, ക്യാഷ് റെഡിയാണ്. ഞാനൊന്ന് പേടിച്ചു പോയിട്ടോ, അഥവാ ക്യാഷ് എടുക്കാൻ മറന്നുപോയോ എന്നൊക്കെ ഞാനൊന്ന് പേടിച്ചു പോയി. സുമേഷേച്ചി, ഇതെന്ത് ബാക്കിൽ നിൽക്കുന്നേ? മുന്നിൽ നിന്ന് കൊടുത്തേ. യെസ്, നാഗര കൈൻഡ്ലി കം ഫോർവേഡ്. അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് മുന്നോട്ടേക്ക് വരും. എല്ലാവരും ചേർന്ന് ഇതാ 5000 രൂപ നമ്മൾ കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് സർവീസസ് ഒക്കെ ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ ഇതാ നിങ്ങൾക്കായിട്ട് ഒരു ക്യാഷ് പ്രൈസ് നൽകുകയാണ്. 5000 KP മനോഹരൻ ചേട്ടനാണ് ഈ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ള. ചേട്ടാ, ഈ സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് ടെൻഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇത് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ട്. ഒന്ന് 2 വാക്ക് പറയാമോ? പറയില്ല ആടൊന്നും. ഓക്കെ, കുഴപ്പമില്ല. കാരണം ഈ ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം പെട്ടെന്ന് സന്തോഷമേ ഉള്ളൂ. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ മതി, കൂടുതൽ പ്രസംഗം ഒന്നും വേണ്ട. സന്തോഷം. വെരി സ്വീറ്റ് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് ദാറ്റ്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കാം. നിതിൻ ചേട്ടാ, സുമിഷേച്ചി, 2 പേരും ചേർന്ന് ആ ക്യാഷ് കൊടുത്തേ. യെസ്, 2 പേരും ചേർന്ന് നമ്മൾ ഓൾറെഡി പ്രതീകാത്മകമായിട്ട് നമ്മൾ ആ ചെക്ക് കൈമാറി. ഇനി അത് ക്യാഷ് എല്ലാവരും കാണുകയും തന്നെ കൊടുത്തോളൂ. 500 പിടക്കണ നോട്ട് നമ്മളിതാ ഇവിടെ വെച്ച് കൈമാറുകയാണ്. 2 പേരും ചേർന്ന് നമ്മുടെ ശ്വേത ചേച്ചിയുടെയും നാദരയുടെയും സാന്നിധ്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം, ഇനി 5000 രൂപയ്ക്ക് എല്ലാവരും ട്രീറ്റ് ചോദിക്കും. ഒറ്റ വിടൽ വിട്ടോട്ടാ, ഇനി ഭാഗത്ത് നിൽക്കരുത്, ഒറ്റ ഓടിക്കോളൂ. അല്ലെ, എല്ലാവരും ട്രീറ്റ് ചോദിക്കും. സോ യെസ്, ഇനി അടുത്തത് എല്ലാവരും ഒന്ന് സൈഡിലേക്ക് നിന്നേ. നമ്മുടെ മൈക്കൊക്കെ ഒന്ന് കുറച്ച് സൈഡിലേക്ക് വെച്ചേ. ബൗൺസേഴ്സ് ഒന്ന് സൈഡിലേക്ക്, എല്ലാവരും ഒന്ന് സൈഡിലേക്ക്. ഇനി അടുത്തത് ശ്വേത ചേച്ചിയുടെ ഒരു റിക്വസ്റ്റ് ആണ്. നാദിരയോട് ഞങ്ങളൊരു കാര്യം ചോദിച്ചു. അപ്പം നാദിര പറഞ്ഞു ശ്വേത ചേച്ചി വന്നു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഇടാമെന്ന്. ഒരുമിച്ച് ഒരു 2 സ്റ്റെപ്പ്. ഒന്നും വേണ്ട, ഡാൻസ് ഒന്നും വേണ്ട. 1-2 പിള്ളേർക്കൊക്കെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും. ഇല്ല, പൊട്ടാതെ, അധികം ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് പ്ലീസ്. നമ്മുടെ DJ ചേട്ടാ ശ്രീഹരി, എന്താണ് നമ്മൾ ഇടാൻ പോകുന്നത്? DJ ശ്രീഹരി, ഓക്കെ, എന്തെങ്കിലും നല്ല സോങ് പ്ലീസ്.
ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ദിത്തന 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 ജില്ലം ജില്ലാല. അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ആയിട്ട് നിങ്ങളുടെ സർവീസ് നല്ല പ്രോമിസ്, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരെ ഒരു നല്ലൊരു പ്രോമിസ് ആയിട്ട് നിങ്ങൾ മാറട്ടെ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്.